ഹലോ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഒരു 4 മാർക്കിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? അങ്ങനെ ടോട്ടൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. 2019 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് വേഗം ഓരോന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങളാക്കാനാണ്. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വൃക്ഷങ്ങൾ പലതുണ്ട്, വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. മനസ്സിലായല്ലോ? എങ്ങനെ മാറ്റി എഴുതാം? വൃക്ഷങ്ങൾ പലതുണ്ട്, വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചാക്കുണ്ണിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കാം. ഇവിടെ ഏത് പ്രസ്താവനയാണിതാ? ജോലിയിൽ ശ്രദ്ധ കുറഞ്ഞതിനാൽ റേഡിയോ ഒഴിവാക്കി അല്ലേ? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. നമുക്കറിയാം, റേഡിയോ ഒരു സ്വപ്നമായിരുന്നു എന്നും റേഡിയോ സ്വന്തമായതിൽ അഭിമാനിക്കുന്നുണ്ടായിരുന്നെന്നും അറിയാം. മകൻ്റെ ജീവൻ രക്ഷിക്കാൻ റേഡിയോ പണയം വെച്ചു എന്നുള്ളതും അറിയാം. പക്ഷേ ഇതിൽ പെടാത്തതാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടിവരയിട്ട പദങ്ങൾക്ക് സന്ദർഭം അനുസരിച്ച് വരുന്ന അർത്ഥങ്ങൾ എഴുതാനാണ്. ഓക്കെ, നൂല് കോർത്ത് കുഴിഞ്ഞു പോയ കണ്ണുകൾ, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് മരം വീണ് കുഴിഞ്ഞു പോയ നിലം. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? അർത്ഥങ്ങൾ എഴുതാനാണല്ലേ. അപ്പോൾ ആദ്യത്തേത് എന്താണ്? ആദ്യത്തെ വാചകത്തിൽ കണ്ണുകൾ ഉള്ളിലോട്ട് വലിഞ്ഞതിനെയാണ് ഇങ്ങനെ എന്ത് പറഞ്ഞത്? കുഴിഞ്ഞു പോയ കണ്ണുകൾ എന്ന് പറഞ്ഞത് അല്ലേ? ഉള്ളിലോട്ട് പോയതിനെയാണ്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് നിലം കുഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ? കുഴിഞ്ഞു പോയ നിലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലം കുഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. കുഴിഞ്ഞു പോയ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക് പോയ കണ്ണുകൾ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട 2 പറമ്പ്. കുറേ കാലം മുമ്പ് രണ്ടും ഒന്നായിരുന്നു. ഈ വരികളിൽ തെളിയുന്ന 2 സൂചനകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, സമ്പത്ത് അവർക്കിടയിൽ അകലം സൃഷ്ടിച്ചിരുന്നു അല്ലേ? അതുപോലെ തന്നെ ആദ്യത്തെ കാലത്തെ സ്നേഹവുമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ആണല്ലോ? ആൻസർ എന്താണ്? സമ്പത്ത് അവർക്കിടയിൽ അകലം സൃഷ്ടിച്ചു. അതുപോലെ ആദ്യകാലത്തെ സ്നേഹവുമാണ് ഈ വരികളിൽ കാണുന്നത് അല്ലേ? അതാണ് ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട 2 പറമ്പ് എന്ന് പറഞ്ഞത് അല്ലേ? കുറേ കാലം മുമ്പ് രണ്ടും ഒന്നായിരുന്നു. അവർക്കിടയിൽ സ്നേഹമുള്ള സമയത്ത് രണ്ടും ഒന്നായിരുന്നു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് 2020 ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. ഓക്കെ, ആ ദിവസം കോരൻ്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു. അവൻ്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്ന് അവൻ വീട്ടിക്കഴിഞ്ഞു. അടിവരയിട്ട പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്താണ്? അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം, പുത്രൻ എന്ന നിലയിൽ കടമ നിർവഹിച്ചതിൻ്റെ സംതൃപ്തി. ഓക്കെ, ഞാൻ ആൻസർ പറയാം. ഇതാ, പുത്രൻ എന്ന നിലയിൽ കടമ നിർവഹിച്ചതിൻ്റെ സംതൃപ്തിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അവൻ്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അവൻ അന്ന് വീട്ടിൽ കഴിഞ്ഞു. അതിൻ്റെ ആൻസർ രണ്ടാമത്തെ പോയിൻ്റാണ്. പുത്രൻ എന്ന നിലയിൽ കടമ നിർവഹിച്ചതിൻ്റെ സംതൃപ്തിയാണ് കേട്ടോ. ബാക്കി തെറ്റ് ആൻസറുകളൊന്നും നമ്മൾ നോക്കണ്ട. ഇനി രണ്ടാമത്തേത് നോക്കാം. കന്നിനെല്ലിന് വേലി കെട്ടാൻ സമയമായി. കന്നിനെല്ല് എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം എന്താണ്? ഈ വിഗ്രഹരൂപം മാത്രം അടുത്തത് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതായത് കന്നിയിലെ നെല്ലിനെയാണ് നമ്മൾ കന്നി നെല്ല് എന്ന് പറയുക. കന്നിയിലെ നെല്ല്. ഓക്കെ ആണല്ലോ? ഇതാണ് കേട്ടോ അതിൻ്റെ വിഗ്രഹരൂപം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അല്ലായ്കിലുണ്ടോ തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു. കവിതയിലെ മാധുര്യത്തിന് കാരണമായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? മാവിനോടുള്ള പ്രേമം കവികളിലും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അല്ലായ്കിലുണ്ടോ തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു. മാവിനോടുള്ള പ്രേമം കവികളിലും ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ജെഫേഴ്സൺ പറഞ്ഞതാണല്ലേ. ഈ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്ന വസ്തുത ഏതാണ്? നോക്കൂ, പത്രമുണ്ടായാൽ എല്ലാമായി. പത്രമുണ്ടായാൽ ഭരണം നീതിരഹിതമാകും. ഭരണം നന്നായാൽ പത്രങ്ങളുടെ ആവശ്യമില്ല. ഭരണത്തിനും പത്രത്തിനും തുല്യ സ്ഥാനമാണ് ഉള്ളത്. ഇതിൻ്റെ ആൻസർ എന്താണ്? പത്രമുണ്ടായാൽ എല്ലാമായി.
നോക്കണേ, പത്രമുണ്ടായാൽ എല്ലാം ആയി. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ജെഫേഴ്സൺ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ. ഈ അമ്മയുടെ എഴുത്തുകളിൽ നിന്നുള്ള വരികളാണ്. ഈ മാനസികാവസ്ഥയിൽ വന്ന ഈ മാറ്റത്തിൻ്റെ സാഹചര്യമായി കവി കാണുന്നത് എന്താണ്? നോക്കൂ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം ഒന്ന് വായിച്ച് നോക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം അടർത്തിക്കളഞ്ഞതാണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റാണ് കേട്ടോ. തന്നിട്ടുള്ള വരികളൊന്ന് വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസ് ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം അടർത്തിക്കളഞ്ഞതാണ് കേട്ടോ. ഈ വരി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണേ. പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇനി 2021 ഒരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. നെല്ലില്ല പിശാചുക്കൾ നെല്ല് കൊണ്ടു ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ്. പുഷ്പവേലിൽ ഔസേപ്പ് നെല്ല് കൂലിയായി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നെല്ലിന് നല്ല വിലയുള്ളത് കൊണ്ടാണ് അല്ലേ. ഓക്കെ, നെല്ലിന് നല്ല വിലയുള്ളത് കൊണ്ടാണ് പുഷ്പവേലിൽ ഔസേപ്പ് നെല്ല് കൂലിയായി കൊടുക്കാതിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഈ വരികൾ നൽകുന്ന അർത്ഥസൂചന എന്താണ്? അമ്മയുടെ ആവശ്യതയും അനാരോഗ്യവുമാണോ? മകൻ്റെ പ്രവൃത്തിയിലുള്ള അതൃപ്തിയാണോ? അസംതൃപ്തിയായിരിക്കും. അമ്മയ്ക്ക് കണ്ണടച്ച് തുറക്കാനുള്ള മടിയാണോ? കാഴ്ച കുറഞ്ഞതിലുള്ള സങ്കടമാണോ? എന്താണ്? അമ്മയുടെ അവശതയും അനാരോഗ്യവും അല്ലേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് തന്നെ കേട്ടോ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. യെസ്, അതോർത്ത് ഇനി വിഷമിക്കേണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അമ്മ ഇങ്ങനെ പറയാൻ കാരണം എന്താ? മകൻ തൻ്റെ കൂടെ താമസിക്കുന്നത് കൊണ്ടാണോ? വീട്ടിലെ കാര്യങ്ങൾ കണാറിനെ ഏൽപ്പിച്ചത് കൊണ്ടാണോ? മകനോടൊപ്പം നഗരത്തിലേക്ക് പോകുന്നത് കൊണ്ട്? അച്ഛൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ട് എന്ന് കരുതുന്നത് കൊണ്ട്? അതിലേതാ? നമുക്കറിയാം, അവസാനം പറഞ്ഞതാണല്ലേ. അച്ഛൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ടെന്ന് അമ്മ കരുതുന്നുണ്ട് ആണല്ലോ. യെസ്, ഓക്കെ, ആ ക്വസ്റ്റ്യൻ സെറ്റാണല്ലോ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി. യുദ്ധകാലം എന്ന പദം ശരിയായി വിഗ്രഹിച്ച് എഴുതിയത് ഏതാണ്? നോക്കൂ, ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ യുദ്ധത്തിൻ്റെ കാലമാണല്ലേ, യുദ്ധത്തിൻ്റെ കാലമാണ് യുദ്ധകാലം. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ സ്പീഡ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി കേട്ടോ. രണ്ടു പേർക്കും അവരവരുടെ കാര്യമായി. ചെറുപ്പത്തിലെ ചങ്ങാത്തം തേഞ്ഞു മാഞ്ഞു പോയി. ഈ അടിവരയിട്ട പ്രയോഗം നൽകുന്ന അർത്ഥസൂചന എന്താണ്? തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ സൗഹൃദം തീരെ ഇല്ലാതായി എന്നാണല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണല്ലേ. യെസ്, തേഞ്ഞു മാഞ്ഞു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് സൗഹൃദം തീരെ ഇല്ലാതായി എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആര് വായിക്കും ഈ മായുമെഴുത്തുകൾ? ആരുടെ നാവിലുയർക്കും ഈ ചൊല്ലുകൾ? ഈ വരികളിൽ പ്രകടമാകുന്ന കവിയുടെ ആശങ്ക എന്താണ്? പുതിയ തലമുറ മാതൃഭാഷയിൽ നിന്ന് അകലുന്നതാണ് കേട്ടോ. സെക്കൻഡ് പോയിൻ്റാണ്. ഓക്കെ ആണല്ലോ. ഈ വരി ഒന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ അർത്ഥം പുതിയ തലമുറ മാതൃഭാഷയിൽ നിന്ന് അകലുന്നു. അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ആര് വായിക്കും ഈ മായുമെഴുത്തുകൾ എന്നൊക്കെ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. 22 ക്വസ്റ്റ്യൻ നോക്കാം. പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന അമ്മയുടെ പുതിയ അവസ്ഥ എന്താണ്? ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ അച്ഛൻ ഇല്ലാത്ത വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണല്ലേ. യെസ്, രണ്ടാമത്തെ പോയിൻ്റാണ് കേട്ടോ ഇവിടെ ശരി. പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കാലയവനിക എന്ന പദം ശരിയായി വിഗ്രഹിച്ച് എഴുതിയത് ഏതാണെന്നാണ് കേട്ടോ. ഞാൻ ഫുൾ വായിച്ചിട്ടില്ല, ഇത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ കാലമാകുന്ന യവനികയാണ് കേട്ടോ അതിൻ്റെ ആൻസർ. കാലയവനിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലമാകുന്ന യവനിക. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപരാധബോധം കോരൻ്റെ ഹൃദയത്തെ നോവിച്ചു. കോരൻ്റെ ഹൃദയത്തെ നോവിച്ച അപരാധബോധം എന്തായിരുന്നു? അച്ഛനെ തനിച്ചാക്കി വിവാഹം കഴിച്ച് മറുനാട്ടിലേക്ക് പോയതാണോ? വയറ്റിൽ സുഖമില്ലെന്ന് നടിച്ച് കിടന്നതാണോ? രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന വൻ വ്യാപാരങ്ങൾ കണ്ടതാണോ? അതോ ചിരിത കഞ്ഞി കുടിക്കാതെ മാറ്റിവെച്ചതാണോ? ഏതാണ്? അച്ഛനെ തനിച്ചാക്കി വിവാഹം കഴിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോയതാണല്ലേ. ആദ്യത്തെ ഓപ്ഷനാണ് ശരി കേട്ടോ. അപരാധബോധം കോരൻ്റെ ഹൃദയത്തെ നോവിച്ച്. ഈ അപരാധബോധം എന്താണെന്ന് ചോദിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ അമ്മയുടെ കണ്ണുകളെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിനോടാണ്? അത് നമുക്കറിയാം. മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണത്തോടാണ് അല്ലേ. യെസ്, മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണത്തോടാണ് അമ്മയുടെ കണ്ണുകളെ സാദൃശ്യപ്പെടുത്തിയത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഓണമുറ്റത്തുള്ള കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ അതിഥിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാരെയാണ്? മഹാബലിയാണ് അല്ലേ. ഓക്കെ, വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ വരികൾ വായിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ. മഹാബലിയാണ് ഇവിടെ അതിഥിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമായിട്ട് എഴുതാനാണ്. മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ കാണാം. മാവിനോടുള്ള പ്രേമം കവികളിൽ കാണാം. അതെങ്ങനെ നമ്മൾ മാറ്റി എഴുതാം? മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിലും കവികളിലും കാണാം. ഇത് സിമ്പിളല്ലേ? വളരെ സിമ്പിളാണല്ലേ. യെസ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രീയത്തിലെ നാലാമത്തെ മഹാശക്തിയായി കരുതുന്നത് എന്തിനെയാണ്? പത്രത്തിനെയാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് മറ്റ് പലതും ഉണ്ട്. പത്രമാണ് കേട്ടോ ഇവിടെ ആൻസർ കറക്റ്റ്. രാഷ്ട്രീയത്തിലെ നാലാമത്തെ മഹാശക്തിയായി കരുതുന്നത് പത്രത്തിനെയാണ്. ഓക്കെ, അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ അർത്ഥസൂചന എന്താണെന്ന് എഴുതാനാണ് കേട്ടോ. അപ്പം അതിൻ്റെ ആൻസർ മനസ്സിൻ്റെ മുദ്രയാണ് കേട്ടോ. ഇതാ മനസ്സിൻ്റെ മുദ്ര. ഇതെവിടെയാണ് ക്വസ്റ്റ്യൻ? ഇത്രയുണ്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾ അമ്മതൻ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ. അവിടെ എന്താണ് ഉദ്ദേശിച്ചത്? മനസ്സിൻ്റെ മുദ്രയാണെന്നാണ് കേട്ടോ. ഇതാണ് അടിവരയിട്ട പദം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാതൃക പോലെ മാറ്റി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്, അങ്ങനെ പ്ലസ് ആണ്. തലയാട്ടി, അതെന്താ? തല പ്ലസ് ആട്ടി അല്ലേ. അത് സിമ്പിളാണല്ലേ. തല പ്ലസ് ആട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. ഓണമുറ്റത്ത് ഇവിടെ നല്ല അതിഥി എന്നും വിശേഷിപ്പിക്കുന്ന ആരെയാണ്? മഹാബലിയാണ്. ഇവിടെ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു അല്ലേ. ഈ അതിഥി ആരാണ്? മഹാബലിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായി പിരിച്ചെഴുതിയ പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പെറുക്കി തിന്നുക. പെറുക്കി പ്ലസ് തിന്നുക, അതാണ് പെറുക്കി തിന്നുക അല്ലേ. ഇതാണ് കറക്റ്റ് കേട്ടോ. അതൊന്ന് നോക്കണേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. നെല്ലില്ല പിശാചുക്കൾ നെല്ല് കൊണ്ട് ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ്. തൊഴിലാളികളോടുള്ള പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ എന്ത് മനോഭാവമാണ് ഇവിടെ തെളിയുന്നത്? അതെന്താ? തൊഴിലാളികളോടുള്ള ക്രൂരമായ അവഗണനയാണല്ലേ. യെസ്, ഇതാണ് കേട്ടോ ശരി ഉത്തരം. തൊഴിലാളികളോടുള്ള ക്രൂരമായ അവഗണന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേലി കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് നെല്ലിൻ കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നെല്ലിൻ കുല എന്ന പദം വിഗ്രഹിച്ചാൽ എന്ത് കിട്ടും? എന്താണ്? നെല്ലിൻ്റെ ഇവിടെ നോക്കൂ, നെല്ലിൻ്റെ കുല അല്ലേ. നെല്ലിൻ കുല നെല്ലിൻ്റെ കുലയാണ് കേട്ടോ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പണയം എന്ന ചെറുകഥയിലെ കഥാപാത്രമായ ചെമ്പ് മത്തായിയുടെ സ്വഭാവത്തിന് ഏറ്റവും യോജിക്കുന്ന പഴഞ്ചൊല്ല് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആദ്യത്തെ തന്നെയല്ലേ, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. ഓക്കെ ആണല്ലോ. യെസ്,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിരിത അന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല. അല്ലച്ച, നെല്ല് വെളി കാണിക്കത്തില്ല. അക്കാലത്തെ കർഷക തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് പാഠഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവർ വളരെ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് ദാരിദ്ര്യവും അതുപോലെ തന്നെ ജന്മിയുടെ അടിമകളായി ജീവിച്ച കർഷക തൊഴിലാളികളുടെ വേദനകളും അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെ. ലേഖകൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ ആൻസർ എന്താ? മാവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ, ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ മാവ് പൂക്കുന്നത് നാട്ടിൻപുറത്തൊരു ഉത്സവമായിരുന്നു. ഓക്കെ, ആ രണ്ട് കാര്യം എഴുതിയാൽ തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. വേണ്ടപ്പെട്ടവർ ആരോ ഒക്കെ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു. ഇവിടെ സൂചിപ്പിക്കുന്ന അത്യാഹിതം എന്താണ്? നമുക്ക് അറിയാം, നമ്മുടെ കൊച്ചു ചക്കരിച്ചിയെ വെട്ടി നീക്കാൻ തുനിഞ്ഞതാണല്ലേ. എന്താ? ഓപ്ഷൻ 2 ആണ് കേട്ടോ. അറിയാലോ, സിമ്പിളല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൈനഗിരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു. കോരൻ കണ്ട വൻ വ്യാപാരം എന്തായിരുന്നു? എന്താണ്? കൂടിയ വിലയ്ക്ക് നെല്ല് മറിച്ച് വിൽക്കലായിരുന്നു അല്ലേ കോരൻ കണ്ടത്. ഓക്കെ ആണല്ലോ. യെസ്, അതൊക്കെ സിമ്പിളല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ശരിയായിട്ട് പിരിച്ചെഴുതിയ പദം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇത് ഓരോന്ന് നിങ്ങൾ പറഞ്ഞു നോക്കാം. ഇതിൻ്റെ ആൻസർ ഫലമില്ല. ഫലം ഇല്ല, ഫലമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ, തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോതി നീ. തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോതിയത് ഏതാണ്? പുസ്തകങ്ങളാണോ, അമ്മയുടെ എഴുത്തുകളാണോ, പഴയ കാല രേഖകളാണോ, മരുന്ന് കുറിപ്പുകളാണോ? ഏതാണ്? അമ്മയുടെ എഴുത്തുകളാണല്ലേ. ഓക്കെ, അമ്മയുടെ എഴുത്തുകൾ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാറ്റ് മാറി വീശി. മാർക്കോസ് ക്ഷീണിച്ചപ്പോൾ മത്തായി സഹായിച്ചു തുടങ്ങി. മത്തായിയുടെ ഈ മാറ്റത്തിന് കാരണം എന്താണ്? പരോപകാര ബുദ്ധിയാണോ, ഉപകാര സ്മരണയാണോ, പുര വയ്ക്കാനുള്ള സ്ഥലത്തിൻ്റെ ആവശ്യമാണോ, ചങ്ങാത്തം പുതുക്കലാണോ? നമുക്കറിയാം, പുര വയ്ക്കാനുള്ള സ്ഥലത്തിൻ്റെ ആവശ്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ഒരു 6-7 ക്വസ്റ്റ്യൻസ് അല്ലേ, 19 മുതൽ ഇതുവരെയുള്ള 24 വരെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വഴി ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, വീഡിയോസൊക്കെ കാണുക. ഓക്കെ.